ബഹുമാനപ്പെട്ട പാലക്കാട് MLA രമേശ് പിഷാരടിയുടെ ഒരു ഇനോഗ്രൽ ഫംഗ്ഷനിലെ വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഏതോ ഹോസ്പിറ്റലിൽ കിഡ്നി മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സെറിമണി എന്തോ ആണ്. അവിടെ വെച്ചൊരു പ്രഖ്യാപനം നടത്തുന്നതായി കൊണ്ടു. 50 പേർക്ക് പാലക്കാടുള്ളവർക്ക് സൗജന്യമായിട്ടോ അല്ലെങ്കിൽ കിഡ്നി മാറ്റി കൊടുക്കുന്നോ അത് ഡിസ്കൗണ്ടായിട്ട് എന്തോ ഒരു പ്രസ്താവന പരിപൂർണമല്ല. എന്തായാലും രമേശ് പിഷാരടി പാലക്കാട്ടുകാരെ കിഡ്നി അസുഖമുള്ളവരാക്കി മാറ്റാനുള്ള പുറപ്പാടാണോ എന്ന് എനിക്കറിയില്ല. ആൾറെഡി കേരളത്തിൽ അവയവമാറ്റ ശസ്ത്രക്രിയയിൽ കേന്ദ്ര ഏജൻസികളുടെ ശ്രദ്ധയിൽ കിടക്കുന്ന ഒരുപാട് ഹോസ്പിറ്റലുകൾ ആൾറെഡി ഉണ്ട്. അവിടെ അന്വേഷണങ്ങളും ചെക്കിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ ഈ അവയവമാറ്റവുമായി ബന്ധപ്പെട്ട് പാലക്കാട്ടേക്ക് കിംസ് എന്ന പേരിലൊരു ഹോസ്പിറ്റലിനെ അവതരിപ്പിച്ചപ്പോൾ എന്നോട് പലരും വിളിച്ചു ചോദിച്ചു, പാലക്കാട് കിംസ് ഹോസ്പിറ്റൽ ഉണ്ടോ, ഇത് മറ്റുള്ള കിംസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പോൾ ഞാനും ഇത് അന്വേഷിച്ച് നോക്കിയപ്പോൾ ആ കിംസും ഈ കിംസും ഒരു ബന്ധവുമില്ല. ഇത് വേറെ കിംസാണ്. കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണിത്. എന്തോ ആയിക്കോട്ടെ, അതൊക്കെ അവിടെ നിന്നോട്ടെ. ആർക്കും ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ നടത്താൻ കഴിവുണ്ടെങ്കിൽ അതിനൊന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല. ജനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സർവീസ് കൊടുത്താൽ വളരെ നന്നായി അത് നടക്കും എന്നതിന് യാതൊരു സംശയവും വേണ്ട. നല്ല കഴിവുള്ള ഡോക്ടർമാരും അവിടെ ഉണ്ടായിരിക്കണം. ഇതൊന്നുമല്ല എനിക്ക് രമേശ് പിഷാരടിയോട് പറയാനുള്ളത്. കാരണം രമേശ് പിഷാരടി ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന ആളാണ്. അദ്ദേഹം തന്നെ നിയമസഭയിൽ പ്രത്യേക പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട്. പാലക്കാട്ടെ സർക്കാർ മെഡിക്കൽ കോളേജിൻ്റെ ദുരവസ്ഥ പറഞ്ഞുകൊണ്ട്. ഈ പാലക്കാട്ടെ സർക്കാർ മെഡിക്കൽ കോളേജ് ഇവിടെ സ്ഥാപിച്ചത് രമേശ് പിഷാരടിയുടെ തന്നെ നേതാവായ ഉമ്മൻചാണ്ടിയാണ്. വളരെ തിരക്ക് പിടിച്ച് അന്ന് കേരളത്തിൽ വരേണ്ട എയിംസിനെ തട്ടിക്കളഞ്ഞ് തെറിപ്പിച്ച് കളഞ്ഞ് ആ സ്ഥലം SC/ST പ്രോപ്പർട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ എവിടെയുമില്ലാത്ത SC/ST മെഡിക്കൽ കോളേജ് കേരളത്തിൽ പാലക്കാട്ട് സ്ഥാപിച്ചു. അപ്പോൾ പറയും SC/STയുടെ പുരോഗമനത്തിനാണെന്ന്. വളരെ നല്ല കാര്യം. എന്നിട്ട് 15 കൊല്ലം കൊണ്ട് അത് പുരോഗമിച്ചോ അതോ അധപതിച്ചോ എന്നാണ് എൻ്റെ ചോദ്യം. ഇപ്പോഴും അവിടെ ഒരു മെഡിക്കൽ കോളേജിലും ഇന്ത്യയിൽ തന്നെ കാണാത്ത തരത്തിൽ മണിമാളികകൾ, അതായത് ബിൽഡിങ് സ്ട്രക്ചർ പൊന്തി നിൽക്കുന്നു, പെയിൻ്റ് അടിച്ച് നിർത്തിയിരിക്കുന്നു എന്നല്ലാതെ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും മണ്ണാങ്കട്ടയുണ്ടോ എന്ന് രമേശ് പിഷാരടി പറയണം. ഇവിടെ ഈ കോളേജ് SC/ST മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാൻ കാരണക്കാരൻ രമേശ് പിഷാരടിയുടെ പാർട്ടിയായ കോൺഗ്രസും അതിൻ്റെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയുമാണ്. ഞാൻ അതിൻ്റെ വിഷയത്തിലേക്കൊന്നും കടക്കുന്നില്ല. SC/ST കോർപ്പറേഷനെ ഞാൻ വെല്ലുവിളിക്കുന്നില്ല. ഇവിടുത്തെ അംബേദ്കർ അന്നൊരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ വിഭാഗം താഴ്ന്ന നിലയിൽ ജീവിക്കുന്നവർ ഉയർന്നു വരാൻ തന്നെയാണ് ഇതൊക്കെ വേണ്ടത്. പക്ഷേ ഇവിടെയുണ്ട് ഒരു ചോദ്യം. ആരോഗ്യമേഖല, അവിടെ സംവരണം പാടില്ല. അവിടെ മനുഷ്യ ശരീരവും വെച്ച് കളിക്കുന്ന ഒരു കളിയാണ്. അവിടെ ഉയർന്ന മാർക്ക് കിട്ടിയവർ തന്നെ ആ ജോലി അവിടെ ചെയ്യണം. അത് ഏത് ജാതിയായാലും അവിടെ കുഴപ്പമില്ല. കാരണം 600 മാർക്ക് കിട്ടിയവൻ്റെ സീറ്റ് 250 മാർക്ക് കിട്ടിയവൻ വന്ന് പഠിച്ച് ഉണ്ടാവുന്ന വലിയ ഭവിഷ്യത്ത് എല്ലാവർക്കും അറിയാം. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇവിടുത്തെ മന്ത്രിമാർ, SC/ST മന്ത്രിമാരൊക്കെ ആയി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ആ വിഷയത്തിലേക്കേ പോകുന്നില്ല. എൻ്റെ വിഷയം ഇത്രയേ ഉള്ളൂ. പാലക്കാട് മെഡിക്കൽ കോളേജ് ഒരു സാധാരണ മെഡിക്കൽ കോളേജ് പോലെ 15 കൊല്ലമായല്ലോ. അതിനുശേഷം വന്നതാണ് മഞ്ചേരി ഒക്കെയുള്ള മെഡിക്കൽ കോളേജ്, കോന്നി, അതൊക്കെ ഡെവലപ്പായി കഴിഞ്ഞു ആൾറെഡി. ഈ പാലക്കാട് മെഡിക്കൽ കോളേജിൽ ബിൽഡിങ്ങുകൾ കാര്യമായി പൊന്തുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? എല്ലാ കൊല്ലവും കേന്ദ്രവും സംസ്ഥാനവും SC/ST കോർപ്പറേഷന് നല്ല ഫണ്ട് കൊടുക്കും. ഈ ഫണ്ട് എവിടെയെങ്കിലും ഉപയോഗിക്കണ്ടേ? അപ്പോൾ അവരാദ്യം അത് വകയിരുത്തുക മെഡിക്കൽ കോളേജിനാണ്. അവരുടെ മെഡിക്കൽ കോളേജാണല്ലോ. അപ്പോൾ 10-200 കോടി എല്ലാ കൊല്ലവും അവിടെ വരും. അത് എങ്ങനെയെങ്കിലും ചിലവാക്കണം. അപ്പോൾ ആ കോളേജിൻ്റെ ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ബിൽഡിങ്ങുകൾ ഇങ്ങനെ 10-15 നില ഇങ്ങനെ പടുതുകൊണ്ടിരുന്നു. പക്ഷേ ഇത് പണിയുമ്പോൾ
ഏറ്റവും വലിയ തമാശ, അവിടെ 100 പിള്ളേരെ വെച്ചിട്ട് എല്ലാ കൊല്ലം അഡ്മിഷൻ തുടങ്ങി 5 കൊല്ലം കഴിഞ്ഞപ്പോൾ 500 പിള്ളേരെ അഡ്മിഷൻ കഴിഞ്ഞ് തോറ്റവും കുട്ടികളൊക്കെ ആയിട്ട് 10-600 കുട്ടികൾ അവിടെ താമസിക്കുന്നുണ്ട്. ഈ താമസിക്കുന്ന കുട്ടികൾക്കുള്ള ഹോസ്റ്റൽ പോയി നോക്കിയാൽ നമ്മൾ മൂക്കത്ത് കൈവയ്ക്കും. ഒരു റൂമിൽ 10-15 കുട്ടികളെ അട്ടിക്കിട്ടിട്ടാണ് താമസിപ്പിക്കുന്നത്. എന്നാൽ ഇത്രയും ബിൽഡിങ്ങുകൾ പണിത് കെട്ടിപ്പൊക്കി വെച്ചപ്പോൾ ഈ കുട്ടികൾക്ക് അറ്റ്ലീസ്റ്റ് ബാക്കിയൊന്നും അവിടെ ചെയ്യുന്നില്ല ഈ ഭരണകർത്താക്കൾ. എന്നാൽ അറ്റ്ലീസ്റ്റ് ആ പഠിക്കുന്ന കുട്ടികൾക്ക് താമസിക്കാനൊരു നല്ല സ്ഥലം അവിടെ ഉണ്ടാക്കി കൊടുത്തൂടെ, ഹോസ്റ്റലുകൾ. അപ്പുറത്തൊരു ജില്ലാ ആസ്പത്രി ഉള്ള കാരണം അവരുടെ പഠനം മുന്നോട്ട് പോകുന്നു. ഈ കോളേജിൽ, ഈ മെഡിക്കൽ കോളേജിൽ, ഈ സർക്കാർ മെഡിക്കൽ കോളേജിൽ, ഈ SC/ST സർക്കാർ മെഡിക്കൽ കോളേജിൽ ഇന്ത്യയിൽ തന്നെ ഇല്ലാത്ത, കേരളത്തിൽ മാത്രം സ്ഥാപിച്ച ഈ SC/ST സർക്കാർ മെഡിക്കൽ കോളേജ് എന്തെങ്കിലും മറ്റ് മെഡിക്കൽ കോളേജ് പോലെ, അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്, ആലപ്പുഴ മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജ്, ഈ പാലക്കാട് മെഡിക്കൽ കോളേജിന് ശേഷം വന്ന മഞ്ചേരി മെഡിക്കൽ കോളേജ് പോലെയൊക്കെ ഇത് ആയി തീർക്കുമോ? അത് വെല്ലുവിളിയായി ഈ MLA ഏൽക്കുമോ? അല്ലാതെ ഏതോ ഒരു പ്രൈവറ്റ് ആസ്പത്രിയിൽ പോയിരുന്ന് അവിടെ കിഡ്നി ശസ്ത്രക്രിയ നടത്തി പാലക്കാട്ടുകാരുടെ മുഴുവൻ കിഡ്നി മാറ്റാൻ നടന്നാൽ പോരാ. പാലക്കാടിൻ്റെ ഹൃദയത്തിൽ നെഞ്ചത്ത് വരേണ്ട എയിംസ് തട്ടിത്തെറിപ്പിച്ചിട്ട് അന്നത്തെ ഇവിടുത്തെ MLAയും അന്നത്തെ മുഖ്യമന്ത്രിയും കൂടി കളിച്ച കളിയുടെ ഭാഗമായ ആ പ്രോപ്പർട്ടി SC/STക്ക് എഴുതി വെച്ചിട്ട് SC/ST മെഡിക്കൽ കോളേജ് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ആ മെഡിക്കൽ കോളേജ് ഇവിടുത്തെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഫെസിലിറ്റികളും ഇൻഫ്രാസ്ട്രക്ചറുകളും ഇക്വിപ്മെൻസും കൊണ്ടു നിറച്ച് അത് ജനോപകാരപ്രദമാക്കാനുള്ള ഉത്തരവാദിത്വം ഇവിടെ മാറി മാറി ജയിച്ചു വന്നവർക്ക് ഉണ്ടായിരുന്നു, മാറി മാറി ഭരിച്ചവർക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഏതോ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ പെട്ടെന്ന് മുളച്ചു വന്ന് അവിടെ കിഡ്നി മാറ്റുന്നത് പാലക്കാട്ടുകാർക്ക് ഒരു ഓഫർ കൊടുത്ത് വിളിച്ചു പറയാൻ നിന്നപ്പോൾ ഈ സർക്കാർ മെഡിക്കൽ കോളേജ് അത്യുഗ്രമായി ഡെവലപ്പ് ചെയ്തിരുന്നുവെങ്കിൽ അവിടെ ഈ വൃക്കവുമായി ബന്ധപ്പെട്ട സർജന്മാരും കഴിവുള്ള ഡോക്ടർമാരും അവിടെ ഉണ്ടെങ്കിൽ ഇത് ഫ്രീ ആയിട്ട് അവിടെ ചെയ്തു കൊടുക്കാമായിരുന്നില്ലേ? നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ ചെയ്യുന്ന പോലെ. അതിനു വേണ്ട ആർജവം, അത് നേരാക്കിയെടുക്കാനുള്ള ഓട്ടമാണ് MLA നടത്തേണ്ടിയിരുന്നത്. അല്ലാതെ ശരീരമനക്കാതെ എങ്ങോട്ടും പോകാതെ പ്രസ്താവനകൾ ഇറക്കി കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഈ പാലക്കാട്ടുകാരുടെ വിഡ്ഢിത്തരത്തിൻ്റെ ഒരു റിസൾട്ടായിട്ട് MLA മാറരുത്. പാലക്കാട് എന്ന് പറഞ്ഞാൽ പ്രധാനം പാലക്കാട് മെഡിക്കൽ കോളേജാണ്. അത് നന്നാക്കാൻ പറ്റുമോ? സത്യാഗ്രഹം എന്താച്ചാൽ നടത്തിയെടുക്ക്, അത് നന്നാക്കിയെടുക്ക്. അതുപോലെ തന്നെ പാലക്കാട്ട് KSRTC സ്റ്റാൻഡ് ലീഗലാണോ അതവിടെ പ്രവർത്തിക്കുന്നത്? ആരെ കണ്ണിൽ പൊട്ടന്മാരാക്കുവാനാണ്? പാലക്കാട്ട് KSRTC സ്റ്റാൻഡ് ലീഗലായിട്ടാണോ പ്രവർത്തിക്കുന്നത്? അത് നേരാക്കാൻ MLAക്ക് കഴിയുമോ? അതിന് മുന്നിലൊരു വാക്കുണ്ട്, ബസ്സിൽ പോകുമ്പോൾ എല്ലാവർക്കും വായിക്കാം. നമ്മുടെ പാലക്കാട് എന്തോ ഒരു പ്രത്യേക വാക്ക്. ഇതൊക്കെ ആരെ എഴുതി വെച്ചതാ? ആ MLA തന്നെയാണ് ഈ മെഡിക്കൽ കോളേജും ഈ ലെവലിലേക്ക് എത്തിച്ചത്. ഒറ്റ കാര്യം ഞാൻ ചോദിച്ചോട്ടെ, കേരളത്തിലെ മിക്ക സർക്കാർ മെഡിക്കൽ കോളേജിലും കോളേജ് ബസ്സായിട്ട് ആ സ്ഥലത്തുള്ള MLAയോ MPയോ അവരുടെ ഫണ്ടിൽ നിന്ന് സംഭാവന കൊടുക്കാറുണ്ട്. എന്നിട്ട് ആ MLAയുടെ പേര് വെച്ചിട്ട്, ആരോ ആയിക്കോട്ടെ, അയാളുടെ പേര് വെച്ച് ആ ബസ് ആ പ്രദേശത്ത് കൂടെ ഇങ്ങനെ ഓടും. ആ MLA ആരായാലോ അയാൾക്കത് പേരാണ്. അയാളുടെ തറവാട്ട് സ്വത്തൊന്നുമല്ല, സർക്കാർ പണമാണ്. എന്നിട്ടും MP ഫണ്ട് ഉപയോഗിച്ചെന്ന് എഴുതാം. ഇതങ്ങനെയല്ല, ആ MLAയുടെ MPയുടെ പേര് വെച്ചിട്ട് തന്നെയാണ് ആ ബസ്സുകൾ കേരളത്തിൽ പല സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റും. ആദ്യം തെറ്റിദ്ധരിക്കും ഇത് ആ MLAയുടെ തറവാട്ടിൽ അല്ലെങ്കിൽ MPയുടെ തറവാട്ടിലെ സ്വത്ത് കൊണ്ടുവന്ന് ബസ് കോളേജിന് വാങ്ങി കൊടുത്തതാണെന്നൊക്കെ ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചേക്കാം. ആയിക്കോട്ടെ, ഇനി അങ്ങനെ തന്നെ ആയിക്കോട്ടെ.
എന്തേ അത്തരത്തിലൊരു ബസ് പാലക്കാട്ട് മെഡിക്കൽ കോളേജിൻ്റെ പേരിൽ ഓടാത്തത്? രമേശ് പിഷാരടി ഒരു MLA ആണല്ലോ. ആ MLA രമേശ് പിഷാരടി MLAയുടെ ഫണ്ടിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബസ് പാലക്കാട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഓടിപ്പിച്ച് കാണിക്കി ഒന്ന് കാണട്ടെ. ഓടിക്കും അവിടെയുള്ള മാനേജ്മെൻറ്റ്. അവിടെ ബസ് വേണ്ട. കഴിഞ്ഞ MLAമാർ MP മാർ അവരുടെ പേരിൽ ഒരു ബസ് ഓടിപ്പിക്കാൻ നോക്കിയ കഥയാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട്? പട്ടികജാതിയിൽ കിട്ടുന്ന വകുപ്പിൽ നിന്ന് പൈസ വെട്ടിത്തിന്നാൻ ഓരോ വകുപ്പുകൾ അവിടെ വേണം. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് കോടികളാണ് ഓരോ കൊല്ലം അവിടെ എഴുതി തള്ളുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഈ ബസ് അവിടെ ഫ്രീ ഓടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഡ്രൈവർക്ക് അവിടെ ജോലി കിട്ടും. ട്രാൻസ്പോർട്ടേഷന് എഴുതാൻ പറ്റില്ല. അപ്പോൾ മാനേജ്മെൻറ്റിന് ഇഷ്ടമാവോ? ഇല്ല. പക്ഷേ എൻ്റെ ഒരു അപേക്ഷയാണ് പാലക്കാട്ട് MLAയോടെ. പാലക്കാട്ട് MLA പാലക്കാട്ട് സർക്കാർ മെഡിക്കൽ കോളേജിൽ പാലക്കാട്ട് MLAയുടെ പേര് വെച്ച് ഒരു ബസ് പാലക്കാട്ട് നഗരത്തിൽ കൂടെ ഒന്ന് ഓടണത് കാണിച്ചു കൊടുക്കുക ഒരു മാതൃകയായിട്ട്. പാലക്കാട്ടെ ഏതോ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ കിംസ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് യഥാർത്ഥ കിംസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. യഥാർത്ഥ കിംസ് തിരുവനന്തപുരം ബേസായിട്ട് പെരിന്തൽമണ്ണയിലും കോട്ടയത്ത് അവിടെ ഇവിടെയൊക്കെ അതിൻ്റെ ലിങ്കുകളുള്ളൂ. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കിഡ്നി ശസ്ത്രക്രിയയുടെ പേരും പറഞ്ഞ് ആ പരസ്യത്തിന് പോകാതെ ജനങ്ങൾക്ക് ഫ്രീ ആയി കൊടുക്കുന്ന സർവീസ് കിട്ടാൻ സാധ്യതയുള്ള പാലക്കാട്ട് മെഡിക്കൽ കോളേജിൻ്റെ ഉന്നമനത്തിന് വേണ്ടി സ്വന്തം ഈ ജയം ഉപയോഗിക്കാൻ ബഹുമാനപ്പെട്ട MLA മുന്നോട്ട് വരണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു.